സീമന്തരേഖയിൽ സിന്ദൂരം മംഗല്യത്താലിതൻ സൗഭാഗ്യം സ്വയംവരം 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 സ്വയംവരം. നമസ്കാരം. ചുങ്ക ജ്വല്ലറി സ്വയംവരത്തിൻ്റെ മറ്റൊരു ഫൺ ഫിൽഡ് എക്സൈറ്റിംഗ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളൊരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് തിരിച്ചും ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ പൂരങ്ങളുടെ നാടായ സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്ന തൃശ്ശൂരിലേക്ക്. ഇവിടെ നമ്മൾ ശരിക്കും പൂരം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു എൻറ്റയർ പ്രിപ്പറേഷൻസ് ഈ സിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കീപ്പിംഗ് ദാറ്റ് അസൈഡ്, മറ്റൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വെഡിങ് റിസപ്ഷൻ്റെ പ്രിപ്പറേഷൻസിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അതാരാന്ന് നമുക്ക് മീറ്റ് ചെയ്യണ്ടേ? സോ ലെറ്റ് മീ ഇൻവൈറ്റ് സ്വാതിക്. ഹായ് സ്വാതിക്, വെൽക്കം ടു ആർ ഷോ. ശരിക്കും നമ്മൾ തമ്മിൽ ഫേസ്ബുക്കിന്റെ ഒരു പരിചയം മാത്രമേ ഉള്ളൂ, ആദ്യമായിട്ടാണ് അല്ലേ? ഓക്കെ. സോ സ്വാതിക്കിന്റെ നമ്മുടെ ഓഡിയൻസിന് അറിയാൻ വേണ്ടിയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വെഡിങ് സ്റ്റോറിയാണ് സ്വാതിക്കിന്റെ. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വഴിയെ റിവീൽ ചെയ്യും. അതിന് മുമ്പായിട്ട് സ്വാതിക്, നമ്മളിപ്പോൾ ഇരിക്കുന്നത് തന്നെ ഒരു സ്പെഷ്യൽ സ്ഥലത്താണ് അല്ലേ? സ്വാതിക്കിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കൺസേണിങ് ദ വെഡിങ്. അപ്പൊ ഇത് എന്താണ് പറഞ്ഞോളൂ സ്വാതിക്, നമ്മൾ എവിടെയാണ്? ഇത് തൃശ്ശൂരിൽ തന്നെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ജനീഷ്. അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ് ആണിത്, ഓസ്കാർ ഇവന്റ് ഹബ്. അപ്പോൾ ഒരു വെഡിങ്ങിന് വേണ്ട എല്ലാം ഒന്ന് കയറി ഇറങ്ങുവാൻ കഴിയാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു കൊടക്കീഴിലെല്ലാം പുള്ളി ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും അവരൊരു ഫാമിലി ബിസിനസ്സാണ്. അദ്ദേഹത്തിന്റെ വൈഫും അദ്ദേഹവും ജോയിന്റ് വെഞ്ചറായിട്ട് ചെയ്യുന്നതാണ്. അതായത് അവരൊരു ഫാഷൻ ഡിസൈനറാണ്, കോസ്റ്റ്യൂം ഡിസൈനറാണ്. അപ്പോൾ കല്യാണത്തിന് വേണ്ട എല്ലാവിധ ഡ്രസ്സും ഡെസ്റ്റിനേഷനാണ്. അപ്പൊ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ജനീഷ്. അപ്പോ എന്റെ വിവാഹത്തെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ തന്നെ തുടക്കം മുതലേ ഞാൻ ജനീഷേട്ടനായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ പല കല്യാണങ്ങളിലും ഇപ്പോൾ ജനീഷേട്ടനെ സഹായിക്കാനായിട്ട് ഞാൻ പല കല്യാണങ്ങൾക്കും ഇവന്റിന് പോകുമ്പോൾ തന്നെ പല കല്യാണങ്ങളും കണ്ടിട്ടുള്ള അതിൽ നിന്നൊക്കെ എടുത്തുള്ള ചെറിയ 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 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ കല്യാണത്തിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് മൊമെന്റ് ആണ്. മറ്റന്നാളാണ് എൻ്റെ വെഡിങ്. ഇന്നാണ് ഇവിടെ ലൈവായിട്ട് ഇപ്പൊ എന്റെ കോസ്റ്റ്യൂംസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ എന്റെ മേക്കപ്പ് കാര്യങ്ങൾ ഒരു സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതൊരു മണിക്കൂറുകൾ കൊണ്ടുള്ള ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ്. ഞാൻ ഇന്നലെയാണ് ഇവിടെ വരുന്നത്, ഇന്നാണ് ഇതൊക്കെ ലൈവായിട്ട് നടക്കാൻ പോകുന്നത്. സ്വാതിക് പറഞ്ഞതുപോലെ നമ്മുടെ സ്വയംവരത്തിലും ഇതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഇന്നത്തെ ഒരു ദിവസം നമ്മൾ സ്വാതിക്കിന് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പോവാണ്. എക്സാക്ട്ലി കല്യാണം നടക്കുന്നതിന് മുമ്പേ ഉള്ള ആ ഒരു ഹറി ബറി പ്രോസസ്സിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ കാണാൻ പോവാണ്. സോ സ്വാതിക്കിന്റെ ബെറ്റർ ഹാഫ് ഇവിടെ എത്തിയിട്ടില്ല, സജീന അല്ലേ? സജിന. ഓക്കെ. സോ എന്താണ്, എന്തെങ്കിലും വീട്ടിലെ ചടങ്ങുകളൊക്കെ ഓൾറെഡി ചടങ്ങുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ മൈലാഞ്ചി കാര്യങ്ങളൊക്കെ ആയിട്ട് ആളവിടെയാണുള്ളത്. ഓക്കെ. സോ ഏതായാലും നമുക്ക് സ്വാതിക്കിനോട് ഇപ്പൊ വിശേഷങ്ങൾ ചോദിക്കാം. നാളെ ഹോപ്പ്ഫുള്ളി നമ്മൾ സജിനയായിട്ടും സംസാരിക്കും. സോ സ്വാതിക്കിനെ കുറിച്ച് പറയൂ. ശരിക്കും എന്താണ് സ്വാതിക് ചെയ്യുന്നത്? എവിടെയാണ് സ്ഥലം? വീട്ടിലുള്ള ആൾക്കാർ? ഞാൻ തൃശ്ശൂരാണ് ജനിച്ചതും വളർന്നു. ഓക്കെ. എന്റെ ഫാദർ വന്നിട്ട് ഒരു മീഡിയ ബിസിനസ് ആണ്. ഓക്കെ. ഞാൻ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ദുബായിലാണ്. അതിനു മുമ്പ് ഖത്തറിലായിരുന്നു. ഞാനും മീഡിയ ബിസിനസ്സിൽ തന്നെയാണ് ഉള്ളത്. ഞാൻ ദുബായിൽ ഒരു മീഡിയ അഡ്വർടൈസിംഗ് കമ്പനി നടത്തുകയാണ്. ഞങ്ങൾ അവിടെ ഇതുപോലെ തന്നെ ഇവന്റ്സും അതൊക്കെ ജോയിന്റ് ആയിട്ടുള്ള പരിപാടികളാണ് ചെയ്യുന്നത്. ഇത് നമ്മളിരിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ
ദുബായിലും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ജോയിന്റ് വെഞ്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ. ആൻഡ് സജിനെ കുറിച്ച് പറയുമ്പോൾ സജന നാട്ടിൽ തന്നെയാണ്, തൃശ്ശൂരാണ്, ഷൊർണൂർ അടുത്താണ്, മുള്ളൂർക്കര. സജന എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പൊ നാട്ടിലാണ്, ദുബായിലായിരുന്നു, ഇപ്പൊ ജസ്റ്റ് നാട്ടിലുണ്ട്. ശരിക്കും നിങ്ങളുടെ നിക്കാഹ് സെറമണി കഴിഞ്ഞതാണ് അല്ലെ? ഇനിയിപ്പോ നടക്കാൻ പോകുന്നത് വെഡിങ് റിസപ്ഷൻ, നാട്ടിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. സോ ഇനിയാണ് ഈ ഒരു കഥയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം റിവീൽ ചെയ്യാൻ പോകുന്നത്. ശരിക്കും സ്വാതിക്കിന്റെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ? ഹാഫ്. എങ്ങനെയാണ് സജിനെ കണ്ടെത്തുന്നത്? എന്താണ് ഈ ഹാഫ്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സജിനെ എൻ്റെ വീട്ടിലെ ഫാദറും മദറും ഒരിക്കൽ പെണ്ണ് കാണാൻ പോവുകയും, അപ്പോൾ എനിക്ക് വേണ്ടി പെൺകുട്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണ് കാണാൻ പോവുകയും, അങ്ങനെ എന്തോ പെണ്ണ് കണ്ടു പോകുന്നു. പക്ഷെ ഞാൻ നാട്ടിലില്ല, ഞാൻ ദുബായിലാണ്. അപ്പം കഴിഞ്ഞ ലാസ്റ്റ് മാർച്ച് 28 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, കഴിഞ്ഞ വർഷം മാർച്ച് 28. അന്ന് ഞാൻ സജിനെ പെണ്ണ് കാണാൻ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴേക്കും അവരുടെ വീട്ടിൽ നിന്ന് ആ കുട്ടിക്ക് എക്സാം ആയിരുന്നു, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ആ പെണ്ണ് കാണൽ പകുതി വഴിയിൽ വെച്ചിട്ട് ഞാൻ മടങ്ങുമായിരുന്നു. ഇന്ന് ഏപ്രിൽ 5 കഴിഞ്ഞ വർഷം ഞാൻ നാട്ടിലേക്ക് പോവുകയായിരുന്നു, ദുബായിലേക്ക് മടങ്ങി പോയിരുന്നു. ഇവിടെ വരെ വന്നിട്ട് കാണാതെ പോവുകയായിരുന്നു. അപ്പൊ വീട്ടുകാരൊക്കെ കണ്ട് ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു, ഫോട്ടോ കണ്ടിട്ടുണ്ട്. അങ്ങനെ നിക്കലെ സജിന ഞാനും തമ്മിൽ എന്താ പറയാ, ഞങ്ങൾ നേരിട്ട് കാണാത്തതുകൊണ്ട് വീട്ടുകാരെല്ലാം ഓൾമോസ്റ്റ് ഓക്കെ ആയപ്പോൾ എന്റെ ഉമ്മ പറയണേ നമുക്കൊരു വള ഇടാം. അപ്പൊ എന്താ ഇവിടുത്തെ ഒരു ചടങ്ങ് രീതി അനുസരിച്ച് പെൺകുട്ടി ഓക്കെയാണ്, എല്ലാവർക്കും ഓക്കെ, അതിന് വളയിട്ട് കൺഫർമേഷൻ വേണ്ടി. അപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൺസെപ്റ്റ് ഒന്നും ഉള്ള ഒരാളായിരുന്നില്ല, ഇപ്പോഴും അല്ല കേട്ടോ. അപ്പോ അങ്ങനെ ഒരു വളയിടലിന്റെ അടുത്തേക്ക് എത്തിയപ്പോ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി ഫോണില്. ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും സംസാരിക്കാനും തുടങ്ങി. പിന്നീട് എപ്പോഴോ കല്യാണം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്യാം എന്നുള്ളൊരു സാഹചര്യമൊക്കെ വന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു വേറൊരു ബിസിനസ്സിലേക്ക് തിരിയാൻ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ സമയം എടുത്തിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു അടുത്ത വർഷം ആവാമെന്ന് വിചാരിച്ചിരിക്കലാണ്. ഈ കല്യാണം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അടുത്തൊരു കല്യാണം പതുക്കെ സ്ലോ ആയിട്ട് ബാക്ക് പോയിരുന്നു. പെട്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും ആക്റ്റീവായി. അപ്പോൾ ഈ കല്യാണം നമുക്ക് രണ്ടാൾക്കും കല്യാണം കഴിച്ചാൽ മതി എന്നുള്ളൊരു ഇതിലെത്തി. അപ്പോഴും ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെ നേരിട്ട്, വളയിട്ടിട്ടുമില്ല, ഞങ്ങൾ കണ്ടിട്ടുമില്ല. അപ്പൊ ഞാൻ നിർബന്ധമായിട്ട് എന്റെ ഉമ്മാനോട് പറഞ്ഞു പോയി വളയിടാൻ പറഞ്ഞു. അങ്ങനെ എന്റെ വേറെ ആരും കൊണ്ടുവരുന്നില്ല, അങ്ങനെ പോയി വളയിട്ടു. അപ്പൊ വളയിടലായപ്പോ നമുക്ക് സംസാരിക്കാനുള്ള പെർമിഷനായി. പിന്നെ സംസാരിച്ചു വന്നപ്പോൾ കുറെ കോമൺ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അയാളെ പഠിപ്പിച്ച മാഷ് സാറ് എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. പിന്നെ എന്നെ അറിയുന്ന കുറെ സുഹൃത്തുക്കളെ കോമൺ അയാളും അറിയും. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ വളരെയധികം പെട്ടെന്ന് അടുത്തു. ഇനി ഇതിലൊരു മെയിൻ ക്യാരക്ടർ ഉണ്ട്, എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട് ജലീഷ, അയാൾ എൻ്റെ ബിസിനസ് പാർട്ട്ണറും കൂടിയാണ്. അയാളും ഇവരും തമ്മിൽ ഈ സജിനയും തമ്മിൽ ഭയങ്കര കോണ്ടാക്ട് ആയിരുന്നു. അപ്പൊ അവിടുത്തെ ഇവിടെ ഫാമിലിയിൽ ഞങ്ങളവിടെ ഒരു ഫാമിലി പോലെയാണ് താമസിക്കുന്നത്. അപ്പൊ ആ ഫാമിലിയിലുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ ഇവർ അപ്ഡേറ്റഡ് ആണ്. അപ്പൊ ഞാൻ വിളിച്ച ഒരു കള്ളം പറയാണ്, ഞാൻ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എനിക്ക് വാട്സപ്പിലേക്ക് അവിടെ എത്തിയിട്ടുണ്ട്, ജലീഷ എന്നോട് പറഞ്ഞു എന്ന് പറയും. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ദൈനംദിന കാര്യങ്ങളൊക്കെ അയാൾ അറിയുന്നുണ്ട്. നമ്മൾ സ്വാതിക്കിനോട് സംസാരിക്കുമ്പം ഒരു 100 പ്രാവശ്യം കേൾക്കുന്ന ഒരു പേരാണ് ജനീഷേട്ടൻ. അപ്പൊ നമ്മൾ നാച്ചുറലി വിചാരിക്കുമല്ലോ ആരാണ് ഈ ജനീഷ്. സോ ഇനി ഒട്ടും സസ്പെൻസ് കളയാണ്ട് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മിസ്റ്റർ ജനീഷ് ടു യു. ഹായ്. സോ സ്വാതിക്കിന്റെ അടുത്ത് നമ്മൾ മീറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ എന്തിനു ചോദിച്ചാലും പറയും ജനീഷേട്ടനെ വിളിച്ചാൽ മതി, അത് മതി, ഇത് മതി. അപ്പൊ എനിക്കിത് മനസ്സിലായി, അവിടുത്തെ ഒരു തൽക്കാലത്തേക്ക് ഒരു റൈറ്റ് ഹാൻഡ് ആണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ആണ് എങ്ങനെയായിരിക്കും നിങ്ങൾ തമ്മിലൊരു ബന്ധം എന്താണ് ശരിക്കും? ഞങ്ങൾ തമ്മിൽ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉപ്പയായിട്ട് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് സ്വാധീനം പരിചയം. അതിനുശേഷം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അനിയനെ പോലെയാണ്, പിന്നീട് അനിയനെ പോലെയല്ല ഒരു അനിയൻ തന്നെയാണ്. അപ്പോൾ അവന് ഞാൻ സെക്കൻഡ് സ്റ്റേജിൽ കാണുമ്പോൾ വളരെ ഡെസ്പായിട്ട് നിൽക്കുന്നൊരു ഒരാളായിട്ടാണ് ദുബായിൽ നിന്ന് ഖത്തറിൽ നിന്ന് കഴിഞ്ഞിട്ട് വരുന്നൊരു സ്വാതിയായിരുന്നു. അപ്പോൾ ഉപ്പയായിട്ട് നല്ല അടുപ്പുണ്ട്. അപ്പോൾ ആ അടുപ്പത്തിൻ്റെ പുറത്തൊരു ദിവസം സ്വാതി വരുന്നു, സ്വാതിനെ പരിചയപ്പെടുന്നു. അപ്പോൾ ആളിങ്ങനെ ഒരു ദുബായി കഴിഞ്ഞ് വന്നാൽ ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു സ്വാതി തന്നെയാണ് ഞാൻ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ച് അവനെ ഇൻസ്പയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അന്ന് മുതൽ എന്ത് നമ്മൾ പറഞ്ഞാലും സ്വാതി കേൾക്കുമായിരുന്നു. അത് തന്നെയായിരുന്നു അവൻ്റെ ഉപ്പാടെ വിശ്വാസം.
ഓക്കെ സോ അതിന്റെ ഒരു റെസ്പെക്റ്റ് ആണ് ശരിക്കും സ്വാതിക മേ ബി അവ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഹബ്ബ് കൂടെ പ്ലാൻ ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു മീഡിയയുടെ ഒരു ഭാഗമായിട്ട് ഞാൻ സ്വാധീനെയാണ് മനസ്സിൽ കണ്ടതും സ്വാതി ത്രൂ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതും. ഒരു ഫിനിഷിങ് സ്റ്റേജിൽ എന്തോ അവന് പെട്ടെന്ന് ദുബായ് കാര്യങ്ങൾ കുറച്ചുകൂടി പോകേണ്ട വന്നു. അതുകൊണ്ടാണ് ഞാൻ മീഡിയയും കൂടി ഞങ്ങൾ തന്നെ ടേക്ക് ഓവർ ചെയ്തത്. അല്ലെങ്കിൽ ഈ ഹബ്ബിൽ സ്വാതിയാണ് മീഡിയയുടെ ഇൻചാർജ് ആയിട്ടുണ്ടാവേണ്ട ആൾ. ഓക്കെ സോ ഓസ്കർ വെഡിങ് ഹബ് അല്ലേ? മേക്ക് ഓവർ ഹബ്ബാണ്. നമ്മൾ പണ്ട് ഓസ്കാർ ഇവന്റ് ഹബ്ബ് എന്നായിരുന്നു നമ്മുടെ കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ തൃശ്ശൂർ ഞങ്ങൾ ഒബ്സർവ് ചെയ്ത് എല്ലായിടത്തും ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്. പക്ഷെ ഇവന്റ് മാനേജ്മെന്റിൽ നിന്ന് വിട്ട് ഇപ്പോൾ ഒരാൾ വരുമ്പോൾ നമ്മൾ പറയുന്നു ഞാനാണെല്ലാം, ഫുഡ് എന്നോട് പറഞ്ഞോ, സ്റ്റേജ് എന്നോട് പറഞ്ഞോ, എന്ത് വേണമെങ്കിൽ എന്നോട് പറയാം, ഞാൻ ആർക്ക് വേണമെങ്കിൽ കൊടുക്കും. അപ്പോൾ ഞാൻ ആലോചിച്ചു കുറച്ചുകൂടി ഒരു ട്രാൻസ്പെറൻസി ഇൻഡസ്ട്രിക്ക് വേണ്ടേ തോന്നിയപ്പോഴാണ് ഒരു ഹബ്ബ്. അപ്പോൾ ഒരു ടേബിളിൽ ഒരു ഓഫീസിൽ എല്ലാ ആൾക്കാരും നമ്മൾ കൊണ്ടുവരുത്തണം. ഇപ്പം എൻ്റെ സർവീസ് മുഴുവൻ എടുക്കണ്ട, ഒരാളുടെ സർവീസ് മാത്രം മതി എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ട്രാവൽസ് വേണം അല്ലെങ്കിൽ ഒരു കാറ്റർ വേണം, അവർക്ക് ഡയറക്റ്റ് വന്ന് കാണാനും കാര്യങ്ങൾ സംസാരിക്കാനുള്ളൊരു പോയിന്റും കൂടി കൊടുത്താൽ കുറച്ചുകൂടി ട്രാൻസ്പെറൻസി ഉണ്ടാവുമല്ലോ എന്നുള്ളതുകൊണ്ട് അതായിരുന്നു അന്ന് ഞങ്ങൾ മനസ്സിലാലോചിച്ചത്. ഒരു പക്ഷേ അന്ന് തുടങ്ങി ഒരു 3 ഇയർ ഞങ്ങൾ വേറെ സ്ഥലത്തായിരുന്നു, മറ്റേ പള്ളിമൂല എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും തൃശ്ശൂർ മുഴുവൻ ഹബ്ബുകളായി. ഇവന്റ് മാനേജ്മെന്റിന്റെ ഹബ്ബുകൾ, ഇവന്റ് ഹബ്ബുകളായി, വെഡിങ് ഹബ്ബുകളായി. അപ്പം ഞാൻ ആലോചിച്ചു ഇനി നമുക്ക് വീണ്ടും വ്യത്യസ്തനാവണം. അപ്പം ഞാൻ ആലോചിച്ചു ഹബ്ബ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കോമൺ ആയി. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും സൂപ്പർ മാർക്കറ്റായ പിന്നെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റാണല്ലോ ആലോചിക്കേണ്ടത്. അപ്പോൾ ആലോചിച്ചു എന്തുകൊണ്ട് നമുക്കൊരു കുറച്ചും കൂടി അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെറുതെ വന്നിരിക്കുക എന്നുള്ള സ്പേസ് അല്ലാതെ ആക്ഷൻ നടക്കാവുന്നൊരു വെന്യൂ ഉണ്ടാവണം എന്ന് ആലോചിച്ചു. അവിടെ നമ്മൾ മേക്ക് ഓവർ എന്ന് പറയുന്നൊരു വേർഡ് നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു വേർഡാണ്. എല്ലാവരും എനിക്കും ആഗ്രഹം ഉണ്ടാവും കല്യാണത്തിന് മുമ്പ് ഒരുപക്ഷെ എൻ്റെ ലുക്കൊന്ന് മാറണം അല്ലെങ്കിൽ സ്റ്റൈലൊന്ന് മാറണം, എനിക്ക് ആരോടെങ്കിലും ഒന്ന് അഡ്വൈസ് ചോദിക്കണം. ഇതൊന്ന് ഒരു ഫിലിം ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ചാനൽ ബേസ്ഡോ നമുക്ക് പോയിട്ട് അഡ്വൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഒന്ന് മാറണം അല്ലെങ്കിൽ ഒരു പാർലറിൽ പോയാൽ അവരുടെ ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ ചെയ്താൽ ഇതാണ് മേക്ക് ഓവർ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചും കൂടി വൈഡായിട്ടുള്ളൊരു ലോകം ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഞാനും വൈഫും ഇതേ ഇൻഡസ്ട്രിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആൾക്കും കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യണം, ഇതൊരു ടീമാവണം എന്നുള്ളൊരു ചിന്തയാണ് മേക്ക് ഓവർ ഹബ്ബിലേക്ക് ഇങ്ങനൊരു ഇതിലേക്ക് വരാനുണ്ടായ കാരണം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ കാണാതെ തന്നെ നിക്കാഹിലേക്ക് അടുക്കുകയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ അവരുടെ ഫാദർ അവിടെ ദുബായിലാണുള്ളത്. അപ്പൊ എന്റെ ഫാദറും മദറും ദുബായിക്ക് വിസിറ്റിന് വരികയായിരുന്നു. ഞാനിങ്ങനെ ഒരു ഓപ്ഷൻ പറഞ്ഞു, സജ്നാനൊന്ന് കൂടെ കൊണ്ടുവന്നൂടെ, ഞങ്ങൾ ഇവിടെ നിന്ന് കാണാമെന്ന്. എനിക്കപ്പോൾ ടൈറ്റ് ഷെഡ്യൂൾഡ് വർക്കുകളും പിന്നെ എൻ്റെ കമ്പനി ഞാൻ വേറൊരു കമ്പനിയിലേക്ക് മെർജ് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോ അങ്ങനെ സജ്ന ദുബായിലേക്ക് വരികയാണ് വിത്ത് ഫാമിലി. ഞങ്ങൾ അന്ന് കാണുന്ന അന്ന് ഞാൻ ആദ്യമായിട്ട് അയാളെ കാണാൻ പോവാണ്. അപ്പൊ ഞാൻ കാണുന്ന അന്നൊരു സർപ്രൈസ് അയാൾക്ക് വേണ്ടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഒരു സുഹൃത്തിൻ്റെ തന്നെ ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഒരു കഫേയിൽ ഒരു ഫ്ലാഷ് മോബ് മണിരത്നത്തിന്റെ മൂവിയൊക്കെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ആസിഫാണ്, മാനാട് മയിലാട് ഷോ ഒക്കെ ചെയ്യുന്ന കൊറിയോഗ്രാഫർ ആസിഫാണ് അത് ചെയ്തത്. ആസിഫ് അങ്ങനെ ഒരു ഡ്രാമ ഉണ്ടാക്കി. ആ ഡ്രാമ ഉണ്ടാക്കി ഫസ്റ്റ് ഒരാളൊരു മുഖം മൂടി വെച്ച ഒരാളെയാണ് പ്രസന്റ് ചെയ്തത്. അപ്പൊ അത് ഞാനല്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു പോസ്. ഇപ്പം സജ്ന ആൻഡ് ഫാമിലി അവിടെ എത്തുന്നു, അപ്പം സ്വാതിക്കിനെ മീറ്റ് ചെയ്യാണെന്ന് അവർക്ക് അറിയാം ഇല്ലേ? ദുബായിൽ വരുന്നത് മീറ്റ് ചെയ്യാനാന്ന് അറിയാം. അതിനേക്കാളും അപ്പുറം സജ്നയ്ക്കോ ഫാമിലിക്കോ ഒന്നും അറിയത്തില്ല ഇല്ല, ബാക്കി ഫുൾ നിങ്ങളുടെ സ്വന്തം പ്ലാൻ. ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ സ്വാതിക്ക് ഫസ്റ്റ് ടൈം സജ്നനെ മീറ്റ് ചെയ്ത അന്ന് തന്നെ ഒരു സർപ്രൈസ് കൊടുത്ത് പ്രപ്പോസ് ചെയ്ത് അവിടെ വെച്ച് തന്നെ നിക്കാഹ് നടന്ന ഒരു സംഭവമാണ്. സോ ഇത് എങ്ങനെ നടന്നു എന്നാണ് ഇനി റിവീൽ ചെയ്യാൻ പോകുന്നത്. സ്വാതിക്കിന്റെ പേരൻസിന് ഇത് അറിയാമായിരുന്നോ? അപ്പൊ ആർക്കറിയാം ഇങ്ങനെ ഒരു നിക്കാഹ് അന്നത്തെ ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്? സർപ്രൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, സർപ്രൈസ് കഴിഞ്ഞ് നിൽക്കലേ അവിടെ ഒരു ചെറിയൊരു മരണം സംഭവിക്കണം അവരുടെ വീട്ടിൽ. അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് മടങ്ങേണ്ടി വരികയാണ്. ഓക്കെ, അപ്പൊ മടങ്ങേണ്ടി വരുമ്പോൾ ഇനി ഇത്രയും വന്നിട്ട്
ഒന്നും ആവാതെ മടങ്ങണ്ട, നമുക്ക് നിന്ന ഈ നിമിഷത്തിൽ തന്നെ നിക്കാഹ് കഴിക്കാന്ന് പറയണേ. അങ്ങനെ അവിടെ വെച്ചിട്ട് നിക്കാഹ് നടക്കാണ്. അപ്പൊ അന്ന് അവിടെ എത്തിക്കുന്ന എല്ലാവരും കൂടെ എടുത്ത ഒരു തീരുമാനമായിരുന്നു നമുക്ക് നിക്കാഹ് നടത്താൻ. എന്നിട്ട് ബാക്കിയെല്ലാം അറേഞ്ച് ചെയ്യുമായിരുന്നു. ബാക്കിയെല്ലാം നെക്സ്റ്റ് വരുന്ന ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടുള്ള വീക്കെൻഡിലേക്ക് അറേഞ്ച് ചെയ്യായിരുന്നു. അതും ഫാസ്റ്റ് ആയിരുന്നു. 5 ദിവസം കൊണ്ടാണ് ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്തത്. ഓക്കെ. സോ ഇനി ഇപ്പൊ ആദ്യത്തെ ഒരു സർപ്രൈസ്, അതായത് ഒരു ഫ്ലാഷ് മോബ്, അത് ടോട്ടലി നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള അതിന്റെ ഒരു പ്ലാനിങ്ങിനെ കുറിച്ച് പറയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞു കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു. സജന വരുമ്പോൾ സജനനെ എയർപോർട്ടിൽ നിന്ന് കാണണം എന്നായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊരു ക്ലീഷയാണെന്നുള്ള ഒരു ഇതിൽ ഞാൻ എന്റെ സുഹൃത്ത് ആസിഫിനോട് പറയാണ്, എയർപോർട്ടിൽ നിന്ന് കാണുന്നത് വളരെ ബോറാണ്, നമുക്കത് വേണ്ട എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് ജലീഷ പറഞ്ഞു, ഞാൻ ഇയാളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നിങ്ങൾ പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുവരാം, പിന്നെ നിങ്ങൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ആസിഫ് പറഞ്ഞു ഞാൻ പ്ലാൻ ചെയ്യാം, ഞാനൊരു ഫ്ലാഷ് മോബ് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഒരാളൊരു അറബി വേഷം കെട്ടുന്നു. അപ്പൊ അയാളുടെ ഫസ്റ്റ് ദുബായ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഒരു അറബി വേഷത്തിൽ ഒരാൾ അറബി വേഷം കെട്ടുന്നു. അവിടെ ഒരു കോഫി ഷോപ്പിൽ ഒരു ബഹളം ലഹളം നടക്കുന്നു. പിന്നീടാണ് മനസ്സിലാവുന്നത് അത് അറബിയല്ല മലയാളിയാണെന്ന്. അയാള് ഡാൻസ് ചെയ്യുന്നു. പിന്നെ അവിടുന്ന് ആ ഫ്ലാഷ് മോബ് ഓൺ ആവുന്നു. ഫ്ലാഷ് മോബിന്റെ ഇടയിൽ ഒരാള് ഒരു മുഖം മൂടി വെച്ച് വരുന്നുണ്ട്. അത് ഞാനാണെന്ന് സജന പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ ഞാനല്ല, ഡാൻസ് കളിക്കുന്നുണ്ട് അയാൾ. അപ്പൊ തന്നെ സജനാക്ക് മനസ്സിലായി ഞാൻ ഡാൻസ് കളിക്കില്ല. അപ്പൊ സജനാക്ക് അത് മനസ്സിലാവുകയും അത് ഞാനല്ല എന്നറിയുന്നു. 3rd സ്റ്റേജിലാണ് ആ ഫ്ലാഷ് മോബിന്റെ 3rd സ്റ്റേജിലാണ് ഞാൻ എൻട്രി ചെയ്യുന്നത്. അതില് സജന എന്നുള്ള ഒരു പാട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യാണ്. എ റഹ്മാന്റെ സജ്ന എന്നുള്ളൊരു പാട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ പാട്ട് പാടുന്ന ഭാഗത്താണ് ഞാൻ എന്റെ എൻട്രി. അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ സജ്ന അത് എന്താ പറയാ പെട്ടെന്ന് പൊട്ടിക്കരയാണ് ഉണ്ടായത്. സജ്ന ആകെ അവിടെ കരഞ്ഞു പൊളിച്ച് വേണം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പൊ അങ്ങനെയായിരുന്നു അതൊരു പ്ലാനിങ് ഉണ്ടായിരുന്നത്. കഫേ ഞങ്ങളുടെ സുഹൃത്തിന്റെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ക്യാമറ നേരത്തെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കഫേയുടെ ഒരു സൈഡിലുള്ള അന്ന് ആ റെസ്റ്റോറന്റിലുള്ളത് മുഴുവൻ എന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആണ്. വേറെ ആർക്കും സെറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ ഒരു 9 മണിക്ക് ശേഷം കഫേയിൽ വേറെ ആരെയും എൻട്രി ചെയ്യിക്കാതെ നിർത്തിയിരുന്നു. കറക്റ്റ് പ്രീ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ്. സജന വന്നിരിക്കേണ്ട ചെയർ വരെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. കറക്റ്റ് അവിടെ വന്നിരിക്കുന്നു. ക്യാമറ എല്ലാം കാണാത്ത ഒരു കണ്ടീഷനിലായിരുന്നു. സജന വിചാരിച്ചതിൽ കൂടുതൽ തന്നെ ആ സ്ഥലത്താണ് സ്വാതിക്ക് സജനനെ കാണുമെന്നുള്ള സംഭവം അറിയാമായിരുന്നു. പക്ഷെ അവിടെ നടക്കുന്ന ഈ ഫ്ലാഷ് മോബും കാര്യങ്ങളും ഒക്കെ ആ ഹോട്ടലിന്റെ ഭാഗമായിരുന്നു സജന വിചാരിച്ചത്. സജന എന്നെ അവിടെ കാണുന്നു പ്രതീക്ഷിച്ചിട്ടില്ല. സജന എന്നെ എയർപോർട്ടിൽ കാണുന്നതാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആസ് പെർ പ്ലാൻ സജന നാട്ടിൽ നിന്ന് ദുബായിലേക്ക് കയറുമ്പോൾ വരെയുള്ള ഞങ്ങളുടെ ലാസ്റ്റ് കോളിലും വാട്സപ്പിലും നമ്മൾ എയർപോർട്ടിൽ നീ വന്നിറങ്ങുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവുന്നുള്ളായിരുന്നു. പക്ഷെ നമ്മളിപ്പോഴത്തെ സൈഡ് വേറെ മാറ്റി ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ എയർപോർട്ടിൽ പോയിട്ടില്ല. പറഞ്ഞതുപോലെ ഒത്തിരി ഇവന്റ്സ്, ഒത്തിരി സർപ്രൈസസ് ഇനിയും അൺഫോൾഡ് ചെയ്യാനുണ്ട്. അത് എന്താണെന്ന് സ്വാതിക്ക് തന്നെ ഒരു ക്ലിയർ ഐഡിയ ഇല്ല. വിൽ ഓൾ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച്. ടിൽ ദെൻ യു കീപ് വാച്ചിങ് ചുങ്ക ജ്വല്ലറി സ്വയംവരം.